യൂണിറ്റ് 9 ആഡിങ് അഗെയിൻ ആൻഡ് അഗെയിൻ കണ്ടിന്യൂ ചെയ്യാം. സെല്ലിംഗ് സമൂസ. മീനൂസ് ഫാദർ ആൻഡ് ബ്രദർ went to buy samosas for those making umbrellas. The price of a samosa is 9 rupees. Her father bought 8. How much should he pay? കുടുംബശ്രീ യൂണിറ്റിലെ മീനുവിൻ്റെ അമ്മ ഒരു കുടുംബശ്രീ യൂണിറ്റിലെ മെമ്പറാണെന്ന് പറഞ്ഞല്ലോ. അവിടെ അംബർലാസ് ഉണ്ടാക്കുന്നവർക്ക് വേണ്ടിയിട്ട് സമൂസ വാങ്ങാനായിട്ട് മീനുവിൻ്റെ അച്ഛനും ബ്രദറും കൂടിയും പോയിരിക്കുകയാണ് അല്ലേ. പ്രൈസ് എത്രയാണ്? ഒരു സമൂസയുടെ വില നമുക്ക് തന്നിട്ടുണ്ട് 9 rupees ആണ്. അച്ഛൻ എത്ര എണ്ണം വാങ്ങി? 8 എണ്ണം വാങ്ങി അല്ലേ. 8 സമൂസാസ് വാങ്ങി. അച്ഛൻ എത്ര രൂപ കൊടുക്കണം എന്നാണ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. ഹൗ ഐ കാൽക്കുലേറ്റഡ്. നമ്മൾ എങ്ങനെയാ എഴുതുക? ദ പ്രൈസ് ഓഫ് എ സമൂസ എത്രയാണ്? 9 rupees. പ്രൈസ് ഓഫ് 8 സമൂസ എത്രയാന്ന് കാണുക കേട്ടോ. എങ്ങനെയാ വരിക? അതായത് 9 + 9 അങ്ങനെ 8 പ്രാവശ്യം ആഡ് ചെയ്യണം. അപ്പോൾ 8 9s ആണ്. എത്ര വരിക എന്നറിയോ? 72 ആണ് കേട്ടോ. അപ്പോൾ 72 rupees പേ ചെയ്യണം. അപ്പം 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിള് പഠിക്കണം. ഓക്കെ, ഇവിടെ നോക്കൂ. 3 9s are, 5 9s are, 7 9s are, 9 9s are. അതൊക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. 3 9s are 27, 5 9s are 45, 7 9s are 63, 9 9s are 81. 2 9s make. 2 9കളായ എത്രയാണ്? 2 9s are 18. 4 9s make എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4 × 9 അല്ലേ. 4 9s are 36. Then 6 9s make. അപ്പോൾ 6 9s are 6 × 9 54. Then 8 9s are എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. 8 × 9 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതുക? 8 9s make. 8 9s are എത്രയാണ്? 72 എന്ന് എഴുതുക. 10 × 9 നമുക്ക് തന്നിട്ടുണ്ട് 90 എന്ന്. അപ്പോൾ എങ്ങനെയാണ് എഴുതുക? അവിടെ 10 9s make എന്ന് എഴുതണം. ദെൻ നെക്സ്റ്റ് നോക്കൂ. 50 × 9. 50 9s are. 50 × 9 എങ്ങനെയാണ് കാണുക? 5 9s are അറിയാലോ, 45. അതിൻ്റെ കൂടെ ഒരു 0 കൂടി വരും അല്ലേ. അപ്പോൾ 5 9s are 45, പിന്നെ ഒരു 0 വന്നാൽ 450 അല്ലേ. 50 9s make എന്ന് എഴുതുക. ദെൻ നെക്സ്റ്റ് നോക്കൂ. 100 9s are. 100 9s are എത്രയാ? 900 അല്ലേ. 100 9കൾ അല്ലേ. 100 9. ഇപ്പോൾ 100 9s make എന്ന് എഴുതുക കേട്ടോ. അടുത്ത് നോക്കൂ. മൾട്ടിപ്ലൈ ആൻഡ് പ്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇവിടെ നമുക്ക് 1 × 1, 1 × 2, 1 3s are, 1 4s are, 1 5s are, 1 6s are അങ്ങനെ തന്നിട്ടുണ്ട്. ദെൻ 2 1s are, 2 2s are അങ്ങനെ തന്നിട്ടുണ്ട്. ദെൻ 3ൻ്റെ തന്നിട്ടുണ്ട്, 4ൻ്റെ. അവിടെ കുറച്ച് നമുക്ക് ഫില്ല് ചെയ്യാനും ഉണ്ട് അല്ലേ. ബാക്കി ഫില്ല് ചെയ്യാത്ത സ്ഥലത്തൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. 3 8s are കഴിഞ്ഞാൽ പിന്നെ എന്താ വരിക? 3 9s are, പിന്നെ 3 10s are നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. 4ൻ്റെ നോക്കൂ. 4 1s are, 4 2s are, 4 3s are, 4 4s are, 4 5s are, 4 6s are, 4 7s are വരെ തന്നിട്ടുണ്ട്. ദെൻ നമ്മൾ എഴുതേണ്ടത് എന്തൊക്കെയാണ്? 4 8s are, 4 9s are അല്ലേ. ദെൻ 5ൻ്റെ അതുപോലെ ഫില്ല് ചെയ്യുക. 5 6s are കഴിഞ്ഞാൽ 5 7s are, 5 8s are, 5 9s are, 5 10s are നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഇതുപോലെ 6ൻ്റെയും 7ൻ്റെയും 8ൻ്റെയും 9ൻ്റെയും 10ൻ്റെയും ഫില്ല് ചെയ്യാത്ത സ്ഥലത്തൊക്കെ ബ്ലാങ്ക് ആയി കിടക്കുന്ന സെൽസ് ഒക്കെ ഫില്ല് ചെയ്യുക കേട്ടോ. ഇനി എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഡ്രോ സെൽസ് ലൈക്ക് ദിസ് ഇൻ യുവർ നോട്ട്ബുക്ക് ആൻഡ് റൈറ്റ് ദ ആൻസർ. നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഇതുപോലെ സെൽസ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെയൊക്കെ ആൻസേഴ്സും കൂടി എന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 10 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമുക്ക് നന്നായിട്ട് ബൈ ഹാർട്ട് ചെയ്തിരിക്കണം. ഇവിടെ നോക്കൂ. റൈറ്റ് ദ പ്രൊഡക്ട്സ് ഇൻ ദ കളേർഡ് സെൽസ് ഹിയർ. ഇവിടെ കളർ ചെയ്ത നിറം കൊടുത്ത സെല്ലിൽ അതിലൊക്കെ ആൻസേഴ്സ് ഇവിടെ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏതൊക്കെ വരിക? 1 × 1, 2 × 2, 3 × 3, 4 × 4, 5 × 5, 6 × 6, 7 × 7, 8 × 8, 9 × 9, 10 × 10. ഇതല്ലേ കളേർഡ് സെൻസ്. ഇതിൻ്റെയൊക്കെ പ്രൊഡക്ട്സ് എങ്ങനെയാണ് വരിക? 1 4 9 16 25 36 49 64 81 100 എന്നല്ലേ വരിക. അതവിടെ എഴുതുക. അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? റൈറ്റ് ദ പ്രൊഡക്ട്സ് ഇൻ ദ 8th row ഹിയർ. ഈസ് ദർ എനിത്തിങ് സ്പെഷ്യൽ അബൌട്ട് ദം? 8th rowയിലുള്ള ആൻസേഴ്സ് എല്ലാം ഇവിടെ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 8 × 1, 8 × 2, 8 × 3 അതില്ലേ, അതിൻ്റെ ആൻസേഴ്സ് എല്ലാം ഇവിടെ എഴുതുക. അപ്പോൾ എന്താ വരിക? 8 16 24 32 40 48 56 64 72 80. അതായത് 8ൻ്റെ മൾട്ടിപ്ലിക്കേഷനിൽ കിട്ടുന്ന ആൻസേഴ്സ് എല്ലാം ഇവിടെ എഴുതുക കേട്ടോ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഈസ് ദർ എനിത്തിങ് സ്പെഷ്യൽ അബൌട്ട് ദം? അതായത് ഇതിന്റെ പ്രൊഡക്ട്സിൽ വല്ല പ്രത്യേകത ഉണ്ടോ എന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നോക്കി നോക്കൂ. ഇതിൻ്റെയൊക്കെ സം ഓഫ് ദ ഡിജിറ്റ്സ് നോക്കൂ. എങ്ങനെയാ വരുന്നത്?
8, then 16 ആകുമ്പോൾ സം ഓഫ് ദ ഡിജിറ്റ്സ് 1ഉം 6ഉം ആഡ് ചെയ്താൽ 7, 24 ആണ് നെക്സ്റ്റ് നമ്പർ. 2ഉം 4ഉം ആഡ് ചെയ്താൽ 6, 32 ആകുമ്പോൾ 3ഉം 2ഉം ആഡ് ചെയ്താൽ 5, 40 ആകുമ്പോൾ 4, 48 ആകുമ്പോൾ 4ഉം 8ഉം 12, then 12 ആകുമ്പോൾ 1ഉം 2ഉം എത്രയാ 3 അല്ലേ. അങ്ങനെയല്ലേ പോകുന്നത്. അപ്പൊ എന്താണ് കാണുന്നത്? ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലേ. ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഫോളോസ് എ റിപ്പീറ്റഡ് പാറ്റേൺ ഓഫ് എങ്ങനെയാ 8, 7, 6, 5, 4, 3, 2, 1, 9 അഗെയിൻ പിന്നെ അതേപോലെ പോവുകയാണല്ലേ ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കൂ, സ്വിച്ച് ഓൺ ദ ലൈറ്റ്. സി മീനൂസ് പ്രൊജക്ട് ഫോർ ദ മാത്ത് ഫെയർ. എന്താണ് മാത്ത് ഫെയറിന് വേണ്ടിയിട്ട് മീനു ചെയ്തത് നോക്കൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. Calculate the product below each switch and fill the bulb showing this number with the same color as the switch. Join the switch and the bulb. സ്വിച്ചിന് താഴെയുള്ള നമ്പേഴ്സിൻ്റെ ഒക്കെ പ്രൊഡക്ട്സ് കാണാൻ പറഞ്ഞിരിക്കുകയാണ്. അതായത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അതിന് ഉത്തരം വരുന്ന ബൾബുകൾക്ക് സ്വിച്ചിൻ്റെ നിറം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് സ്വിച്ചും ബൾബും കൂടി വരച്ച് യോജിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം അല്ലേ. ഫസ്റ്റ് നമുക്ക് 3 9s സ്വിച്ചിൻ്റെ താഴെയുള്ള നമ്പർ അതിൻ്റെ പ്രൊഡക്ട്സ് എങ്ങനെ കാണാം. നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് 3 9s എത്രയാ വരിക? 27 ആണല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, 27 എന്ന നമ്പർ വരുന്ന ബൾബിന് ഗ്രീൻ കളർ കൊടുക്കുക, എന്നിട്ട് വരച്ച് യോജിപ്പിക്കുക കേട്ടോ. നെക്സ്റ്റ് 5 5s ആണ്. എത്രയാ വരിക? 25 ആണ്. 25 എന്നുള്ള ബൾബിന് റെഡ് കളർ കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, വരച്ച് യോജിപ്പിക്കുക. ദെൻ 7 3s ആണ്. 7 3s 21 ആണ്. 21 എന്ന നമ്പറുള്ള ബൾബിന് കളർ ചെയ്തിട്ട് വരച്ച് യോജിപ്പിക്കുക. അടുത്തത് 6 6s ആണ്. 36 അല്ലേ വരിക. അപ്പോൾ 36 എന്നുള്ള നമ്പറുള്ള ബൾബിന് ബ്ലൂ കളർ കൊടുക്കുക, എന്നിട്ട് ജോയിൻ ചെയ്യുക. ദെൻ 9 9s ആണ്. 9 9s എത്രയാ വരിക? 81 ആണ്. 81 എന്നുള്ള നമ്പറുള്ള ബൾബിന് ഓറഞ്ച് കളർ കൊടുക്കുക, എന്നിട്ട് വരച്ച് യോജിപ്പിക്കുക. ദെൻ 6 8s ആണ്. 6 8s എത്രയാ വരിക? 48 ആണ്. കളർ കൊടുക്കുക, എന്നിട്ട് വരച്ച് യോജിപ്പിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്രിക്കറ്റ് മാച്ച് ആണ്. മീനു സിസ്റ്റർ ഹിറ്റ് 11 sixers, 6 runs and 15 boundaries, 4 runs. How many runs did she get from these? ക്രിക്കറ്റ് മത്സരത്തിൽ മീനുവിന്റെ സഹോദരി 11 സിക്സേഴ്സ്, അതായത് ഒരു സിക്സർ എന്ന് പറഞ്ഞാൽ 6 റൺസ് ആണ് അല്ലേ. 11 സിക്സേഴ്സും അതുപോലെ തന്നെ 15 ബൗണ്ടറീസും അടിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. 15 ബൗണ്ടറീസ് എന്ന് പറഞ്ഞാൽ 1 ബൗണ്ടറി എന്ന് പറഞ്ഞാൽ 4 റൺസ് ആണ്. അപ്പോൾ മൊത്തം 15 ബൗണ്ടറീസും അടിച്ചു. ദെൻ ഹൗ മെനി റൺസ് ഡിഡ് ഷീ ഗെറ്റ് ഫ്രം ദീസ്? ഇതിൽ നിന്ന് ടോട്ടൽ അവൾക്ക് എത്ര റൺസ് കിട്ടി എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. എങ്ങനെയാണ് കാണുക? 1 സിക്സർ എന്ന് പറഞ്ഞാൽ 6 റൺസ് ആണ്. 1 സിക്സർ മീൻസ് 6 റൺസ്. ദെൻ 11 സിക്സേഴ്സ് എത്രയാണെന്ന് കണ്ടാൽ പോരെ. അപ്പോൾ 11 സിക്സേഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരിക? 11 times 6 അല്ലേ. അതായത് 11 into 6. എങ്ങനെ 11 into 6 കാണുക? 10 + 1 അല്ലേ 11. അപ്പോൾ 10 into 6 ഫസ്റ്റ് കാണുക 60. ദെൻ 1 into 6 6, 60 + 6 66. അപ്പോൾ റൺസ് ഫ്രം സിക്സേഴ്സ് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് റൺസ് ഫ്രം ബൗണ്ടറീസ് കാണണം. അതായത് 1 ബൗണ്ടറി എന്ന് പറഞ്ഞാൽ 4 റൺസ് ആണ്. ദെൻ 15 ബൗണ്ടറീസ് എത്രയാ വരിക? 15 times 4 അല്ലേ. അതായത് 15 into 4. 15 4s are. 15 4s are എങ്ങനെയാണ് കാണുക? 10 + 5 ആണ് 15. ഫസ്റ്റ് 10 into 4 കാണുക. 10 4s are എത്രയാ? 40. ദെൻ 5 4s are കാണുക. 5 4s are എത്രയാണ്? 20. ടോട്ടൽ എത്രയാ വരിക? 40യും 20യും ആഡ് ചെയ്യുക അല്ലേ. 60 അല്ലേ വരിക. അപ്പോൾ റൺസ് ഫ്രം ബൗണ്ടറീസ് 60 ആണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കണ്ടു? റൺസ് ഫ്രം സിക്സേഴ്സ് കണ്ടു, റൺസ് ഫ്രം ബൗണ്ടറീസ് കണ്ടു. അപ്പോൾ ടോട്ടൽ റൺസ് എങ്ങനെയാ കാണുക? റൺസ് ഫ്രം സിക്സേഴ്സും റൺസ് ഫ്രം ബൗണ്ടറീസും കൂടി ആഡ് ചെയ്താൽ മതി. അതായത് 66 + 60 എത്രയാണ്? 126. ഇത് നോക്കൂ, റൺസ് ഫ്രം സിക്സേഴ്സ് 10 times 6 60, 1 times 6 6, 11 times 6 കണ്ടു അല്ലേ. 66 നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. 11 സിക്സേഴ്സ് കണ്ടില്ലേ. അടുത്തത് റൺസ് ഫ്രം ബൗണ്ടറീസിൽ അവിടെ നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട്. ഇതെങ്ങനെയാണ് കാണുക? റൺസ് ഫ്രം ബൗണ്ടറീസ് എങ്ങനെയാണ്? 15 times 4 ആണല്ലോ. ഇവിടെ എങ്ങനെയാണ് ഇത്? അപ്പോൾ 15 times 4 നമ്മൾ എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്യണം അല്ലേ. അതായത് 10 times 4 കാണുക, ദെൻ 5 times 4 കാണുക. 10 times 4 എത്രയാണ്? 40. ദെൻ 5 times 4 എത്രയാണ്? 20. അപ്പോൾ മൊത്തം 15 times 4 കണ്ടോടെ എത്രയാണ് വരിക? രണ്ടും കൂടിയും ടോട്ടൽ ചെയ്യുക അല്ലേ. 40യും 20യും ടോട്ടൽ ചെയ്യുക. 60 എന്ന് അവിടെ എഴുതുക. അവിടെ നമുക്ക് ഒരു ടേബിളിൽ കാണിച്ചിട്ടുണ്ടല്ലേ. 15 1s are 15, 15 2s are 30, 15 3s are 45, 15 4s are 60, 15 5s are 75. ഇത് ചെയ്യേണ്ട രീതി നമ്മൾ പറഞ്ഞല്ലോ.
15 ഇൻറ്റു 1 അതിന് അറിയാമല്ലോ, ഏതൊരു നമ്പറിനെയും 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെയിം നമ്പർ കിട്ടും. ദെൻ നെക്സ്റ്റ് 15 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 15നെ സ്പ്ലിറ്റ് ചെയ്യുക, 10ഉം 5ഉം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. 10 ഇൻറ്റു 2 കാണുക 20, 5 ഇൻറ്റു 2 കാണുക 10, അപ്പോൾ രണ്ടും കൂടി ടോട്ടൽ ചെയ്യുക, 20ഉം 10ഉം 30. അങ്ങനെ ബാക്കിയൊക്കെ ചെയ്യുക കേട്ടോ. അടുത്തത് കാൽക്കുലേറ്റ് വിത്തൗട്ട് മൾട്ടിപ്ലൈയിങ്, അതായത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാതെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അതായത് ചെയ്ത് നോക്കാതെ മൈൻഡ് കാൽക്കുലേഷൻ വഴി ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റ് 29 ഇൻറ്റു 8 നമുക്ക് തന്നിട്ടില്ല. 30 ഇൻറ്റു 8 നമുക്ക് 240 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. 30 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 240 ആണെങ്കിൽ 29 ഇൻറ്റു 8 എത്രയാണ് വരിക, 240 നിന്ന് ഒരു 8 കുറച്ചാൽ പോരെ, അപ്പോൾ 232 കിട്ടും അല്ലേ. ദെൻ 31 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ 240യുടെ കൂടെ ഒരു 8 കൂട്ടിയാൽ പോരെ, അപ്പോൾ 248 എന്നങ്ങനെ എഴുതുക. ഇനി സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഒരു നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ തരുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്തില്ലേ, 29 ഇൻറ്റു 8 അല്ലെങ്കിൽ 31 ഇൻറ്റു 8 കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്യണം. 31 ഇൻറ്റു 8 ആണെങ്കിൽ 31നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കണ്ടെത്തണം കേട്ടോ ആൻസർ. അടുത്തത് 50 ഇൻറ്റു 5, 51 ഇൻറ്റു 5 നമുക്ക് തന്നിട്ടുണ്ട്, 52 ഇൻറ്റു 5 തന്നിട്ടില്ല അല്ലേ. 51 ഇൻറ്റു 5 എത്രയാണ്, 255 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 50 ഇൻറ്റു 5 കാണാൻ എളുപ്പമല്ലേ, എന്ത് ചെയ്താൽ മതി, 255ൽ നിന്ന് ഒരു 5 കുറച്ചാൽ പോരെ, അപ്പോൾ 250 എന്ന് വരും. ദെൻ 52 ഇൻറ്റു 5 ആവുമ്പോഴോ എന്ത് ചെയ്യണം, 255ൻ്റെ കൂടെ ഒരു 5 ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ എത്രയാണ്, 260 എന്ന് ആൻസർ ചെയ്താൽ കേട്ടോ. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.